റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ആയുധ ഉൽപാദന കമ്പനി ഇന്ത്യക്ക് ഒരു ഓഫർ നൽകി. നിങ്ങൾ റഷ്യൻ മെയ്ഡ് ടാങ്ക്സ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ടാങ്ക്സ് ഒക്കെ നോക്കിയാൽ കുറഞ്ഞത് 4000 ടാങ്ക്സിലും കൂടുതൽ റഷ്യൻ നിർമ്മിതിയാണ്. അപ്പോൾ അടുത്ത വാർഫെയർ എന്നത് ഡ്രോൺസിനെ അടിസ്ഥാനമാക്കി പോകുമ്പോൾ ഈ ടാങ്ക്സിന്റെ ഉപയോഗം യുദ്ധത്തിൽ നിന്നും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതിനാൽ T-14 അർമദ ടാങ്ക്സിനെ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 100% ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നൽകിയിട്ടുണ്ട്. ഇത്രത്തോളം ഒരു വലിയ ഓഫർ തീർച്ചയായും ഇന്ത്യയും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം ഈ ടാങ്ക്സിന്റെ സ്പെസിഫിക്കേഷൻ, ടെക്നോളജിക്കൽ സ്പെസിഫിക്കേഷൻസ് വളരെ മികച്ചതാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു വലിയ നെഗറ്റീവ് പോയിന്റും ഉണ്ട്. ഭാവിയിൽ ഈ ടാങ്ക്സ് എന്നത് ഒരു യുദ്ധക്കളത്തിൽ എത്രത്തോളം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഈ ടാങ്ക്സിന്റെ നാശം എന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാങ്ക്സ് ഇന്ത്യയിലേക്ക് വന്നാൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക? ഈ ടാങ്ക്സിന്റെ യുദ്ധയുഗം അവസാനിച്ചോ? ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 82% ടാങ്ക്സും റഷ്യൻ നിർമ്മിതിയാണ്. T-90 ടാങ്ക്സ് നമ്മൾ റഷ്യയിൽ നിന്നും ലൈസൻസ് വാങ്ങി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ T-90 ഭീഷ്മ എന്ന വേരിയന്റിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല റഷ്യയുടെ T-72 ടാങ്ക്സും വളരെ കൂടുതൽ എണ്ണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ T-90 ടാങ്ക്സിൽ 1000 മുതൽ 1200 ടാങ്ക്സും T-72 വേരിയന്റിൽ 2400 മുതൽ 2800 ടാങ്ക്സോളം നമ്മുടെ പക്കൽ ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 2 വേരിയന്റും മാത്രം നമ്മുടെ പക്കൽ ഏകദേശം 4000-ഓളം ഉണ്ട്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ T-72 എന്നത് വളരെ പഴയ ഒരു ടാങ്കാണ്. സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിന് ശേഷം റഷ്യ അത് കൂടുതൽ ഉപയോഗിച്ചാലും ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ പിന്നിലുള്ള ടാങ്കാണ്. നമ്മൾ എത്ര തന്നെ അതിനെ ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്താലും അല്ലെങ്കിൽ അതിൽ ഒരുപാട് സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ഇന്നുള്ള നൂതന സാങ്കേതിക വിദ്യയുമായി അതിനെ മാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ T-72 ടാങ്ക്സ് എന്നത് അത്രത്തോളം പഴയതായിരിക്കുമ്പോൾ T-90 ടാങ്ക്സ് എന്നത് ഇന്ന് അഡ്വാൻസ്ഡ് ലെവലാണെന്നും പറയാം. അതുമാത്രമല്ല റഷ്യയുടെ പക്കൽ നിന്നും ലൈസൻസ് വാങ്ങി നമ്മളത് നിർമ്മിക്കാൻ തുടങ്ങിയതിന് ശേഷം പല തരത്തിലുള്ള അപ്ഗ്രേഡ്സ് നമ്മൾ ആ ടാങ്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം ഇതിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ഇത് ഈസിയസ്റ്റ് ടാർഗറ്റായി യുദ്ധക്കളത്തിൽ മാറി. 2022 തുടങ്ങിയ റഷ്യ ഉക്രൈൻ യുദ്ധം ലോകത്തിന് ഈ ടാങ്ക്സിന്റെ യുദ്ധ രീതിയെ തന്നെ തലകീഴാക്കി കാണിച്ചു കൊടുത്തു. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ നമുക്ക് ഗ്രേവ് യാർഡ് ഓഫ് മെയിൻ ബാറ്റിൽ ടാങ്ക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം എത്രത്തോളം ടാങ്ക്സ് റഷ്യ നഷ്ടപ്പെടുത്തിയെന്ന് അറിയില്ല, ഉക്രൈൻ എത്രത്തോളം ടാങ്ക്സ് നഷ്ടപ്പെടുത്തിയെന്ന് അറിയില്ല. ഈ കണക്കുകൾ ശരിയായി അറിയില്ല എങ്കിൽ പോലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിലെ അത്യാധുനിക ടാങ്ക്സ് എല്ലാം ഈ ബാറ്റിൽ ഫീൽഡിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ T-90, ജർമ്മനിയുടെ ലെപ്പേർഡ് പീരങ്കി, ഉക്രൈന്റെ ചാലഞ്ചർ, അമേരിക്കയുടെ M1 അബ്രാംസ്, ഇങ്ങനെ ടോപ്പ് ലിസ്റ്റിലുള്ള അത്രയേറെ ടാങ്ക്സ് ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബാറ്റിൽ ഫീൽഡിൽ അത്രയേറെ സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. വളരെ വളരെ വില കുറഞ്ഞ ഡ്രോൺസ് ഉപയോഗിച്ച് $1000, $2000, $3000, വെറും $4000 മാത്രം വിലയുള്ള സാധാരണ FPV ഡ്രോൺസ് ഉപയോഗിച്ച് 10 മില്യൺ, 20 മില്യൺ ഇത്രയേറെ കോസ്റ്റ് വരുന്ന ടാങ്ക്സുകളെയൊക്കെ സർവ്വസാധാരണമായി വേട്ടയാടപ്പെട്ടു. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം കൺഫേം ചെയ്യാൻ സാധിക്കും, ഭാവിയിൽ ഈ ടാങ്ക്സിന്റെ ആവശ്യകത ഉണ്ടാവുകയില്ല. ടാങ്ക്സിന്റെ ഉപയോഗം എന്നത് ഭാവിയുള്ള യുദ്ധക്കളത്തിൽ ആവശ്യമില്ലാത്ത ഒന്നായി മാറും എന്ന് തോന്നിയേക്കാം. പക്ഷേ അത്ര എളുപ്പത്തിൽ അങ്ങനെ നമുക്ക് ടാങ്ക്സിനെ മാറ്റി നിർത്താനും സാധിക്കില്ല. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതിനൊരു മാറ്റം സംഭവിച്ചാലും സൈന്യത്തിന് ടാങ്ക്സിന്റെ ആവശ്യകത കൂടുതലാണ്. നിങ്ങൾ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന 2 രാജ്യത്തിനിടയിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ടാങ്ക്സിന്റെ ഉപയോഗം എന്നത് അവിടെ ആരെ കൊണ്ടും ഒഴിവാക്കാൻ കഴിയില്ല. ആർട്ടിലറി സപ്പോർട്ടിനായിക്കോട്ടെ, അല്ലെങ്കിൽ അതിവേഗത്തിൽ അതിർത്തി പിടിച്ചെടുക്കുക, ഇതിനെല്ലാം ഈ ടാങ്ക്സിന്റെ ആവശ്യകത വരുന്നുണ്ട്. അപ്പൊ ഈ T-14 അർമദ ടാങ്ക്സിനെ കുറിച്ച് പറയണമെങ്കിൽ റഷ്യക്കുള്ളതിൽ വെച്ച് അത്യാധുനികമായ ടാങ്ക് എന്ന് പറയാം. ഇത് M1 അബ്രാംസിന്റെ അപ്ഗ്രേഡഡ് വേരിയന്റ് അല്ലെങ്കിൽ ലെപ്പേർഡ് 2ന്റെ ഒക്കെ അഡ്വാൻസ്ഡ് വേരിയന്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈക്വലായി അല്ലെങ്കിൽ അതിലും സുപ്പീരിയർ ആയ ഒരു ടാങ്കാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. റഷ്യയുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് നോക്കിയാൽ ഇതിന് മുൻപുള്ള ടാങ്ക്സ് എല്ലാം അൺസേഫസ്റ്റ് ടാങ്ക്സ് എന്ന കാറ്റഗറിയിലേക്ക് വരും. കാരണം അതിന് പ്രത്യേകം ഒരു ഹൾ സെക്ഷൻ ഉണ്ടാവുകയില്ല, അകത്ത് ആംസ് എല്ലാം പ്രത്യേകം ലോഡ് ചെയ്യാനുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടാവുകയില്ല. അതിനാൽ അതൊക്കെ കൂടുതൽ സേഫ് അല്ലാത്തൊരു ടാങ്കായി മാറിയിട്ടുണ്ട്. മറ്റ് വെസ്റ്റേൺ ടാങ്ക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ സേഫ്റ്റി മെക്കാനിസം അല്ലെങ്കിൽ അതിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്, ഈ പ്രൊസീജിയർ ഒക്കെ ഈ ടാങ്കിൽ വളരെ കുറവാണ്.
എന്നാൽ പൂർണ്ണമായും ഈ T-14 അർമത ടാങ്ക് എന്നത് കൂടുതൽ സേഫ്റ്റി ഗുണനിലവാരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ സൈനികർ, കമാൻഡർ ഓഫീസർ എല്ലാവരും ഒരു ക്യാപ്സ്യൂളിനുള്ളിലായിരിക്കും ഉണ്ടാവുക. അൺമാൻഡ് ടെററ്റ് എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് റഷ്യ ഇവിടെ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ റഷ്യയുടെ T-90 ടാങ്ക്സ് ഇതിന് മുൻപുള്ള വേരിയന്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ ഈ ടെററ്റിന് താഴെ നേരിട്ടൊരു വെപ്പൺ സിസ്റ്റം ഉണ്ടാകും. അതുപോലെ ഈ ടാങ്ക്സിന്റെ ഈ തോക്ക് സംവിധാനം ഉണ്ടല്ലോ, അതിന് താഴെയുള്ള ഈ ക്രൂ മെമ്പേഴ്സിനും ഇടയിൽ യാതൊരു നിയന്ത്രണം ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ പ്രത്യേകം അതിനെ വേർതിരിച്ചായിരിക്കില്ല നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ താഴെയുള്ള അത്രയേറെ ക്രൂ മെമ്പേഴ്സിനെയും നശിപ്പിക്കുന്ന രീതിയിൽ ഒരേ ഒരു ഹൾ സെക്ഷന് കീഴിലായിരിക്കും ഇതെല്ലാം ഉണ്ടാവുക. എന്നാൽ T-14 ആർമതയിലുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇത് രണ്ടും പ്രത്യേകം സെക്ഷൻസായി വേർതിരിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ സാധാരണ ഈ സബ്മറൈനിലൊക്കെ ക്യാപ്സ്യൂൾ സിസ്റ്റം ഉണ്ടാവുമല്ലോ, അതുപോലെ ക്യാപ്സ്യൂൾ എന്ന പ്രത്യേക സെക്ഷന് കീഴിലാണ് വെപ്പൺസ് ഓഫീസർ, കമാൻഡർ ഇവരെല്ലാവരും ആ പ്രത്യേക ക്യാപ്സ്യൂളിനുള്ളിൽ ഉണ്ടാകും. ഇപ്പൊ മുകളിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയാണ്, മുകളിൽ ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന പ്രദേശത്ത് ഒരു സ്ഫോടനം ഉണ്ടായാൽ ആ ഒരു തീ പടർന്ന് അകത്തേക്ക് വരാത്ത രീതിയിൽ ഈ ഒരു സെക്ഷന് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ റഷ്യയുടെ ഈ ഒരു ഉൽപ്പന്നം എന്നത് അകത്തുള്ള ക്രൂ മെമ്പേഴ്സിന്റെ സുരക്ഷയ്ക്ക് അതിശക്തമായ ഒരു ഊന്നൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ടാങ്കിലുള്ള മറ്റൊരു ഹൈലൈറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന വെപ്പൺസ് ഓഫീസർക്കും അതിലെ ഡ്രൈവർക്കും ഫ്രണ്ട് വ്യൂ 360 ഡിഗ്രി ഉണ്ട്. ഇത് ക്യാമറയും മൾട്ടിപ്പിൾ സെൻസേഴ്സും ഉപയോഗിച്ച് അച്ചീവ് ചെയ്തതായി റഷ്യ പറഞ്ഞു. മാത്രമല്ല ഇസ്രായേലിലെ ട്രോഫിയേക്കാളും അഡ്വാൻസ് സിസ്റ്റംസ് ഈ ഒരു ടാങ്ക്സിനെ സംരക്ഷിക്കാൻ നൽകിയിട്ടുണ്ട് എന്നും റഷ്യ പറയുന്നു. അത്രത്തോളം ടെക്നോളജി സ്പെസിഫിക്കേഷൻസ് ഇതിൽ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയും എത്ര ടാങ്ക് ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട്, എത്ര ടാങ്ക്സ് റഷ്യ നിർമ്മിച്ച് അവരുടെ സൈന്യത്തിൽ ചേർത്തിട്ടുണ്ട്, ഉക്രൈൻ യുദ്ധകളത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ റഷ്യ ഒക്കുപ്പൈ ചെയ്തു വച്ചിരിക്കുന്ന ചില പ്രദേശങ്ങളിൽ വളരെ സുരക്ഷാ മുൻകരുതലോടുകൂടി മാത്രമാണ് ചില ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ടാങ്ക്സിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇന്നുവരെയും ഉക്രൈൻ ബാറ്റിൽ ഫീൽഡിൽ ഈ ഒരു ടാങ്ക്സ് ഉൾപ്പെട്ടതായി യാതൊരു വിവരവും ഇല്ല. അപ്പൊ റഷ്യക്ക് ഇതിലുള്ള ഒരു വലിയ നെഗറ്റീവ് പോയിന്റ് തന്നെ ഈ ടാങ്ക്സ് അത്രത്തോളം ടെക്നോളജി സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഉപയോഗം വളരെ ലിമിറ്റഡ് നമ്പറിലാണ്. ഉപയോഗം ലിമിറ്റഡ് നമ്പറിലായതുകൊണ്ട് അതിന്റെ റെപ്യൂട്ടേഷൻ, അതിന്റെ യഥാർത്ഥ പെർഫോമൻസിൽ തന്നെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പൊ റഷ്യയുടെ ഈ ഒരു ഓഫർ ഇന്ത്യക്ക് ഏത് തരത്തിൽ സഹായം ചെയ്യും? ഇന്ത്യ ഇത് വാങ്ങാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോജക്റ്റിൽ ഇന്ത്യ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രധാനമായും ഇതിൽ എഞ്ചിൻ പവർ നമ്മൾ അറിയണം. ഇതിൽ റഷ്യ 12N360 ഡുവൽ പവർ ടർബോ പവർ എഞ്ചിൻ, ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ പരമാവധി HP 1500 ഹോഴ്സ് പവറും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് റഷ്യൻ കണ്ടീഷൻസിൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫറിലൂടെ ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ഇന്ത്യയുടെ ഉൽപ്പന്നമായ ടാറ്റോൺ എഞ്ചിൻ, ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ട് സിസ്റ്റം ആണ്, അതായിരിക്കും നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുക. ഇതിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ മറ്റ് ടാങ്ക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ പവർ ടു വെയിറ്റ് റേഷ്യോ നൽകാൻ കഴിയുമെന്നും റഷ്യ ഒരു പ്രോമിസ് തന്നെ നൽകിയിട്ടുണ്ട്. ശരി, ഇതിന്റെ ആവശ്യകത ഇനി ഉണ്ടോ എന്നറിയണം. കാരണം ടാങ്ക്സിന്റെ യുദ്ധം അവസാനിച്ചു എന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൂടെ തന്നെ പലരും സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ ഇതിന്റെ ഉപയോഗം കുറവാണെങ്കിലും ടാങ്ക്സ് ഇനി നമുക്കങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കില്ല. ശത്രു രാജ്യത്തിന്റെ സൈന്യം അകത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ലൈനിൽ നിൽക്കാൻ പോകുന്നത് ടാങ്ക്സ് ആയിരിക്കും. ശത്രു രാജ്യത്തെ പിടിച്ചെടുക്കാൻ പോകുമ്പോഴും ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത് ടാങ്ക്സ് തന്നെയായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ എത്രത്തോളം ഈ ടാങ്ക്സ് വളരെ മോശമായി നശിപ്പിക്കപ്പെട്ടാലും ടാങ്ക്സിന്റെ ആവശ്യകത അത്ര പെട്ടെന്ന് അങ്ങനെ കുറയില്ല. ടാങ്ക്സിനെ നശിപ്പിക്കാൻ വരുന്ന ഡ്രോൺസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് ടാങ്ക്സിൽ തന്നെ ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം വയ്ക്കുക, ഇല്ലെങ്കിൽ ഒരു ടാങ്ക് യൂണിറ്റ് അകത്തേക്ക് പോകുമ്പോൾ അതിനെ ചുറ്റി ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് അയക്കുക. ഇങ്ങനെ അതിന്റെ കൗണ്ടർ മെഷേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതല്ലാതെ ടാങ്ക്സ് തന്നെ വേണ്ട എന്നുള്ള തീരുമാനം അത്ര പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല. അടുത്തൊരു 50 വർഷം കഴിഞ്ഞ് ഈ ടാങ്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ പോലും അത്ര പെട്ടെന്ന് ഈ 50 വർഷത്തിനുള്ളിൽ ടാങ്ക്സിന്റെ ആധിപത്യം അങ്ങനെ കുറയില്ല. അതിന്റെ ആവശ്യം അധികമാണ്. ഇപ്പൊ ഇന്ത്യക്ക് പോലും കുറഞ്ഞത് 1500 മെയിൻ ബാറ്റിൽ ടാങ്ക് റീപ്ലേസ് ചെയ്യാൻ ആവശ്യകതയുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ ടാങ്ക് ഇതിന്റെ ഒരു റിക്വയർമെന്റ് നമുക്കുണ്ട്. അതുപോലെ ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ FRCV, ഇതിലും നമുക്കൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. ഇതിൽ 1500 നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ ടാങ്ക്സോളം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ അർജുൻ ടാങ്ക്സിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അതിന്റെ ഭാരത്തിലും ചില പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഫയർ പവറിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഫോറിൻ ബയേഴ്സിന്റെ റോൾ നമുക്ക് അധികമാണ്. അതും ടെക്നോളജി ട്രാൻസ്ഫർ വഴി നമുക്ക് ഇങ്ങനൊരു ഓഫർ വരുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഭാവി വാർഫെയറിന് അല്ലെങ്കിൽ നമ്മൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന ടാങ്ക്സിന്റെ ടെക്നോളജിക്ക് തീർച്ചയായും ഒരു വിധത്തിൽ സഹായിക്കും. ഇത് റഷ്യൻ ടെക്നോളജി എന്ന് മാത്രമല്ല പറയുന്നത്,
നമ്മുടെ സാങ്കേതിക വിദ്യയിൽ നമ്മളൊരല്പം ബുദ്ധിമുട്ടുമ്പോൾ ഫോറിൻ അസിസ്റ്റൻസ് വാങ്ങി അതുവഴി നമ്മൾ ആഭ്യന്തരമായി ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാത്രവുമല്ല, മറ്റു ടാങ്ക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് 70% വരെയും കുറവാണ്. ഒരു M1 അബ്രാം ടാങ്കിന്റെ എക്സ്പോർട്ട് കോസ്റ്റ് നോക്കിയാൽ 10 മുതൽ 15 മില്യൺ ആണ്. അതിന്റെ വേരിയന്റിനനുസരിച്ച് ചിലപ്പോൾ മാറും. എന്നാൽ ഈ T14 ആർമത്തിന്റെ വില എന്നത് 6 മുതൽ 8 മാക്സിമം 9 മില്യൺ വരെ മാത്രമേ ഉള്ളൂ അതിന്റെ എക്സ്പോർട്ട് വേരിയന്റ്. അപ്പോൾ നമ്മളിത് ആഭ്യന്തരമായി നിർമ്മിക്കുകയാണ്. ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാങ്ക് നമ്മൾ ആഭ്യന്തരമായി നിർമ്മിക്കുമ്പോൾ അതിൽ പല തരത്തിലുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അവിടെ ഒരുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അതിൽ തെറ്റില്ല. എന്നാൽ ഇവിടെ ഡ്രോൺ വാർഫെയറും റെവല്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മില്യണോളം വരുന്ന ടാങ്ക്സിനെ ചില $1000 മാത്രം വില വരുന്ന ഡ്രോൺസ് വെച്ച് വീഴ്ത്തുന്നുണ്ട്. അതിന്റെ കൗണ്ടർ മെഷേഴ്സും ടാങ്കിന്റെ കൂടെ തന്നെ ഇൻബിൽട്ടായി നമ്മൾ തയ്യാറാക്കണം. അല്ലെങ്കിൽ കൗണ്ടർ മെഷേഴ്സ് ഡിപ്ലോയ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ടാങ്ക്സിന്റെ യുദ്ധം അത്ര പെട്ടെന്ന് അങ്ങനെ അവസാനത്തിൽ വരില്ല. എത്ര തന്നെ ടാങ്ക്സ് ഡ്രോൺ കാരണം നശിപ്പിക്കപ്പെട്ടാലും ടാങ്ക്സ് അല്ലാത്തൊരു യുദ്ധത്തിൽ ഇപ്പോഴും ഈ ലോകം തയ്യാറായിട്ടില്ല. അപ്പോൾ തീർച്ചയായും വരാൻ പോകുന്ന യുദ്ധം ഒരു ഫുൾ സ്കെയിൽ വാർ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഫ്രണ്ട് ലൈനിൽ ടാങ്ക്സിന്റെ ആവശ്യവും അധികമായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസോവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.